ബിഗ് ബോസ് മലയാളം സീസൺ 6 രണ്ട് റിവ്യൂവേഴ്സ് സിജോ ആൻഡ് സായ്, ശശി കോംബോ എന്ന് സിജോ തന്നെ വിളിക്കുന്ന ഇവരുടെ കോംബോ, അവരിപ്പോ അർജുനോട് റിവ്യൂ പറയുന്ന കാഴ്ചയായിരുന്നു ലൈവിനകത്ത്. ആണുങ്ങളുടെ കാര്യമാണ് പറയുന്നത്. മെയിൽ കണ്ടസ്റ്റൻസ് 4 പേരെ കുറിച്ചാണ് ഇവര് പറയുന്നത്. ഇവരെ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല പറയുന്നത്, കാരണം 2 പേരും വിന്നറും റണ്ണറപ്പും ആണെന്നാണ് സ്വയം ഉറപ്പിച്ചു വെച്ചിരിക്കുന്നത്. അതിനെക്കുറിച്ച് വീഡിയോയുടെ അവസാനം പറയാം. സിജോ പറയുന്നു ജിൻഡോ ബ്രോ പോവില്ല, കാരണം നല്ലതും ചീത്തയുമായിട്ടുള്ള കോണ്ടന്റുകൾ പുള്ളി ഇവിടെ കൊടുത്തിട്ടുണ്ട്. അഭിഷേക് തുടക്കത്തിൽ കൊടുത്ത കോണ്ടന്റും പിന്നെ ഫിസിക്കൽ ടാസ്കുകളിലെ പെർഫോമൻസും അതേപോലെ അവന്റെ ആ ഒരു കത്തും വീട്ടിലെ പയ്യൻ എന്നൊരു ഇമേജ് ആയി അവനും പുറത്തു പോകത്തില്ല. അപ്പൊ സായി പറയുന്നത് മാസ്കുലിനിറ്റിയെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ടാവും, അവരവന് വോട്ട് കൊടുക്കുമെന്ന് പറയുന്നു. ഇതിലേക്ക് സിജോ പറയുന്നുണ്ട് നീയും ഋഷിയുമാണ് കമ്പാരിറ്റീവ്ലി പവർ കുറഞ്ഞ ആളുകൾ ആണുങ്ങളിൽ. അർജുനെ നീ കളിക്കുന്നത് ഒരു ജെന്റിൽമാൻ ഗെയിം ആണെന്ന് എനിക്കറിയാം, പക്ഷെ ഋഷി അതുപോലെ ഇവിടെ ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, അവനാണ് ഇവിടെ ഏറ്റവും കൂടുതൽ എടാ പോടാന്ന് വിളിച്ചിട്ടുള്ളത്. ലാലേട്ടൻ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുമുണ്ട്, അതൊക്കെ അവന് നെഗറ്റീവായിട്ടുണ്ടാവും എന്ന് പറയുന്നു. നീ ശ്രദ്ധിച്ച് കളിക്കണം, കുറച്ചുകൂടെ പവർ വേണം, കാരണം മലയാളി പ്രേക്ഷകർ ശ്രദ്ധിക്കുന്നത് പവറാണ്. സിജോയും സായും അർജുനോട് പറഞ്ഞതെല്ലാം കറക്റ്റ് പോയിന്റുകളൊക്കെ തന്നെയാണ്, പക്ഷെ ഇവരെന്താണ് ഇവരെ കുറിച്ച് പറയാത്തത്? സിജോയും സായും വിന്നറും റണ്ണറപ്പും ആണെന്ന് അങ്ങ് ഉറപ്പിച്ചോ? അല്ല ഔട്ട് ആവില്ല എന്നുള്ള കോൺഫിഡൻസ് ആണോ? അല്ല ഞാൻ ചോദിക്കുന്നത് കറക്റ്റ് ചോദ്യമല്ലേ. ലൈവിലിരുന്ന് റിവ്യൂ പറയുന്നവര് അവരെ കുറിച്ച് ഒരു സെൽഫ് അനാലിസിസ് നടത്തി നോക്കണം, എന്താണ് അവിടെ ചെയ്തതെന്ന് പറയണം. കാരണം ഇത് പ്രേക്ഷകർ കണ്ടോണ്ടിരിക്കുകയാണ്. പ്ലാനിങ് റിവ്യൂ പറച്ചിലും അല്ലാതെ വേറെ ഒരു വെടിമരുന്നും ഇല്ല 2 പേർക്കും. ശശി കോംബോ എന്ന് തന്നെ വിളിക്കാവുന്ന ഒരു കോംബോ ആണ് ഇത്. ഇനിയെങ്കിലും ഗെയിമിലേക്ക് ഇറങ്ങിയില്ലെങ്കിൽ പണി പാളുമെന്ന് എനിക്ക് പറയാനുള്ളൂ. 75 ദിവസമായി പരിപാടി തുടങ്ങിയിട്ട്, ഇനി കുറച്ച് ദിവസം കൂടിയേ ഉള്ളൂ. പ്ലാനൊക്കെ എക്സിക്യൂട്ട് ചെയ്യേണ്ട ടൈമൊക്കെ കഴിഞ്ഞു. സിജോയ് സാഹി അതുകൊണ്ട് ഇനിയെങ്കിലും ഗെയിമിലേക്ക് ഒന്ന് ഇറങ്ങൂ പ്ലീസ്.